നഴ്സിംഗ് പഠനകാലത്ത് കോളേജിലെത്തിയ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഷിൻസിയുടെ ഉള്ളിലുള്ള എഴുത്തുകാരിയെ വഴി നടത്തിയത്. ജനറൽ നഴ്സിംഗ് പാസ്സായ ശേഷം സ്വന്തമായി പ്രസാധകനെ കണ്ടുപിടിച്ച് 24-ാം വയസ്സിൽ നഴ്സിംഗ് പാഠങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും തരത്തിൽ പുസ്തകമാക്കി. ഇന്ന് കേരളത്തിലും പുറത്തുമായി നിരവധി കോളേജുകളിലെ അംഗീകൃത പഠന സഹായികളായി ഷിൻസി തയ്യാറാക്കിയ പുസ്തകങ്ങൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു. പഠിച്ച സമയത്ത് ബുക്സ് ലൈബ്രറിയിൽ നിന്നായിരുന്നു മെയിനായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അത്രയും ഇതായിട്ടുള്ള അപ്പോൾ ഇപ്പം കുറേ ബുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഷോർട്ടായിട്ടുള്ള ലെക്ചർ നോട്ട്സുകളാണ് മെയിനായിട്ട് സ്റ്റുഡൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത് എൻ്റെ നോട്ടിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വാസ്റ്റായിട്ട് എഴുതാണ്ട് കറക്റ്റായിട്ടുള്ള ആവശ്യമുള്ള കറക്റ്റ് സെൻറ്റൻസുകൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയായിട്ട് അത് ഈസിയാണ്. ആയുഷ് സർവകലാശാലയടക്കം ഈ കോഴിക്കോട്ടുകാരുടെ പുസ്തകങ്ങൾ അംഗീകരിക്കുകയും അതനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലിക്കായുള്ള പരീക്ഷകൾ എഴുതാൻ ഓൺലൈനായി നിരവധി പേർക്ക് ഷിൻസി സൗജന്യമായി സഹായം നൽകുന്നു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഈ മേഖലയിൽ സജീവമായ ഷിൻസി ആവശ്യക്കാർക്ക് പരീക്ഷകൾക്ക് മുന്നോടിയായി പ്രത്യേക ക്ലാസുകളും ഓൺലൈൻ വഴി എടുത്തു നൽകുന്നുണ്ട്. www.nursingmantra.com എന്ന പേരിൽ നഴ്സിംഗ് സംബന്ധിയായ സകല വിവരങ്ങളും ലഭ്യമാക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ അവസാനവട്ട പണിയിലാണ് അംഗീകൃത നഴ്സ് കൂടിയായ ഷിൻസി ജോർജ്. അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഈ നഴ്സിംഗ് മന്ത്ര എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസ് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ അതിൽ കൊടുക്കും. അത് മാത്രമല്ല ഇനിയിപ്പം അതിൽ അവർക്ക് കമൻസ് അയക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട് ആ വെബ്സൈറ്റിൽ. അപ്പോൾ അവർക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ കമൻറ്റ് അയക്കുമ്പോൾ ഞാനത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ആ കറക്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശേഖരിച്ചും കൊടുക്കും. ഭർത്താവും അനുവും എല്ലാ പിന്തുണയുമായി ഷിൻസിക്കൊപ്പമുണ്ട്. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.